സത്യത്തിൽ രണ്ട് കമ്മീഷനുകൾ തമ്മിൽ എന്താണ് അഭിപ്രായം? രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. രണ്ടിലെയും ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി മീറ്റിംഗ് നടത്തി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേൾക്കുമ്പോൾ മാത്രമാണ് മനോരമ എത്രമാത്രം അവാസ്തവമായ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക. ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതായത് മനോരമ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വേഴ്സസ് സംസ്ഥാനം എന്ന് പറയുന്നതിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശം നൽകി. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ, അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരളത്തിലെ പ്രതിനിധി ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറുടെ സാന്നിധ്യത്തിൽ, അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വിളിച്ചു ചേർത്ത യോഗമാണ്. ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് കമ്മീഷണറുടെ നിർദ്ദേശം. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ വേണം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്താനെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട വിഭാഗം ജീവനക്കാരെ ഒഴിവാക്കി. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ആവശ്യമായ ജീവനക്കാരെ ഒഴിവാക്കി മറ്റ് ജീവനക്കാരെ ജില്ലാ കളക്ടർമാർക്ക് BLOമാരായി നിയമിക്കുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു. രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും ഭരണഘടനാപരമായ ബാധ്യതയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കലും തെരഞ്ഞെടുപ്പ് നടത്തിപ്പും. ഇവ രണ്ടും തടസ്സമില്ലാതെ സുഗമമായി നടത്തേണ്ടതാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പും തീവ്ര വോട്ടർ പട്ടിക പരിശോധനയും തടസ്സം കൂടാതെ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാതലത്തിൽ സ്വീകരിക്കുമെന്നും കലക്ടർമാർ യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ 14 ജില്ലകളിലെയും കലക്ടർമാർ പങ്കെടുത്തു. ഇതാണ് രണ്ട് കമ്മീഷണർ, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ചീഫ് ഇലക്ടറൽ ഓഫീസർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാനത്തെ മുഖ്യ ഓഫീസറായ ചീഫ് ഇലക്ടറൽ ഓഫീസറും സംയുക്തമായി ചേർന്ന യോഗത്തിൽ നടന്ന കാര്യമാണ്. പക്ഷെ മനോരമ പറയുന്നത് മറ്റു രീതിയിലാണ്. രണ്ട് കമ്മീഷനുകളും പരസ്പരം ഏറ്റുമുട്ടുകയാണ്, SIR നീളും എന്നാണ് പറയുന്നത്.